ബിസിനസ് ലക്ഷ്യമിട്ടുകൊണ്ടാണെങ്കിൽ 25 കോടിയുടെയും 50 കോടിയുടെയും യൂണിറ്റുകൾ. ഇതിനാവശ്യമായ ആധുനിക തരം കോഴിക്കൂടുകളും ഉയർന്ന ഉൽപാദനശേഷിയുള്ള കോഴികളെയുമാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. ഈ കോഴിക്കൂടിൽ കോഴി നമ്മൾ കൊണ്ടിട്ടാൽ സാധാരണ പുറത്തേക്ക് വിടാറില്ല. അതിന് ഉൽപാദന പീരീഡ് കഴിഞ്ഞ് മാത്രമാണ് അതിനെ റീപ്ലേസ് ചെയ്യുന്നത്. ഈ കോഴി വളർത്തൽ രീതിയുടെ മറ്റൊരു സവിശേഷത അവിടെ ക്രമീകരിച്ച് മാത്രം തീറ്റ കൊടുക്കാം എന്നതാണ്. അതായത് തീറ്റ ചെലവ് കുറയ്ക്കാം. ഒരു മുട്ട ഉൽപാദനത്തിന് 2 രൂപയിൽ കൂടുതൽ ഉൽപാദന ചെലവ് വരാൻ പാടില്ല. തീറ്റ അത് ഗോതമ്പാകട്ടെ, അരിയാവട്ടെ, കോഴിത്തീറ്റയാവട്ടെ ക്രമാനുഗതമായിട്ട് ക്രമീകരിച്ച് നൽകാൻ ഇതിൽ നമുക്ക് സംവിധാനമുണ്ട്. നമ്മൾ രാവിലെ ഇപ്പോഴ് ഈ ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഈ ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ ഡ്രിപ്പറിലൂടെ ഇത് വെള്ളം കുടിക്കും. ഈ ഡ്രിപ്പറിലൂടെ ഇതിന് വെള്ളം കുടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ ട്രേയിലേക്കാണ് തീറ്റ ഇട്ട് കൊടുക്കുന്നത്. ഈ ട്രേയിലേക്ക് നമ്മൾ തീറ്റ ഇട്ട് കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള തീറ്റ ഗോതമ്പാണെങ്കിലും കോഴിത്തീറ്റയാണെങ്കിലും അരിയാണെങ്കിലും ഏകദേശം നമുക്ക് ഇട്ട് കൊടുക്കാൻ അവസരമുണ്ട്. ഇത് നമ്മളിപ്പോൾ 10 കോഴിയുടെ കൂടാണ്. ഈ സൈഡിൽ ഇതുപോലെ 5 കോഴി, ഈ സൈഡിലും 5 കോഴിയുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് കോഴിയുടെ തീറ്റപ്പാത്രം ഇവിടെ, അതിൻ്റെ വെള്ളം കുടിക്കുന്ന ഡ്രിപ്പർ, മുട്ട വന്ന ട്രേ ഉണ്ട്. ഇതേപോലെ തന്നെ മറു സൈഡിൽ. അപ്പം നമുക്ക് സാധാരണ കുടുംബത്തിൽ വേണമെങ്കിൽ 5 കോഴി ഇട്ടാലും മതി. 5 കോഴി ഈ സൈഡിലിട്ടാൽ ഇതിൻ്റെ മുട്ട കഴിഞ്ഞ് മുട്ട തീരുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഇപ്പുറത്ത് കോഴി ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ കോഴി നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് കോഴി മുട്ട ഇട്ട് കൊടുക്കും. അപ്പോൾ സാറിൻ്റെ കൊച്ചു വീട്ടിൽ മുടക്കമില്ലാതെ മുട്ട കിട്ടാൻ സൗകര്യപ്രദമായിരിക്കും. ഈ കൂട് വീടിൻ്റെ പിന്നാമ്പുറത്ത് വയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല, മറിച്ച് വീടിൻ്റെ ഫ്രണ്ട് മുറ്റത്ത് തന്നെ വളരെ ഹൈജീനിക്കായിട്ട് ഇപ്പോൾ ലവ് ബേഡ്സിനെയൊക്കെ വളർത്തുന്ന രീതിയിൽ ആകർഷകമായി കോഴികളാണ് ഇതിൻ്റെ ശരി. ഇത് നമ്മൾ 50 കോഴിയെ വളർത്തുന്ന കൂടാണ്. ഇവിടെ 2 ലെയറായിട്ടാണ് കോഴി കിടക്കുക. ഈ ക്യാമിലിൽ കോഴി കിടക്കും. ഇതിൻ്റെ തീറ്റ ഇവിടെ ഇട്ട് കൊടുക്കാം, മുട്ട ഇവിടെ വരും. ഈ ക്യാമിൽ കിടക്കുന്ന കോഴിക്ക് തീറ്റ ഇട്ട് കൊടുക്കാം, മുട്ട ഇവിടെ വരും. ഈ ഓരോ ക്യാമിലും പ്രത്യേകമായി ഡ്രിപ്പർ വെച്ചിട്ടുണ്ട് വെള്ളം കുടിക്കാൻ. ഈ ബക്കറ്റ് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അതിന് യഥേഷ്ടം ഈ ഡ്രിപ്പറിലൂടെ കുടിക്കാം. ഈ സൈഡിലും അതുപോലെ ഈ ക്യാമിലിൽ കോഴി ഉണ്ടാവും, അതിന് തീറ്റ ഇവിടെ ഇടാം, മുട്ട ഇവിടെ വരും. ഈ ക്യാമ്പിലും ഇതേ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ക്യാമ്പിലും ആവശ്യത്തിന് വെള്ളം കുടിക്കാനുള്ള സംവിധാനമുണ്ട്. അതാത് ക്യാമ്പിൻ്റെ മുട്ട അതാത് ട്രെയിൽ വന്ന് വരും. ഇത് നമ്മൾ ഇതിൻ്റെ പ്രത്യേകമായി റൂഫ് ചെയ്യേണ്ടതുണ്ട്. കാര്യം ഇപ്പോൾ സാധാരണ 10ൻ്റെ കൂടിനാണ് നമ്മൾ റൂഫ് വെച്ചിട്ടുണ്ട്. അത് ചെറുതാണ്, ഏകദേശം നമുക്ക് തണലിലേക്കോ അല്ലെങ്കിൽ കാർപോർച്ചിലോ മാറ്റി വെക്കാം. ഇത് വലിയ കൂടാണ്. അതുകൊണ്ട് ഇത് ചൂട് ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ഷെഡിൽ വെക്കണം. ഷെഡ് വെച്ചിട്ട് ഷെഡിൻ്റെ സൈഡ് നെറ്റ് കൊണ്ട് മറച്ചു കൊടുക്കുക.